പെൺകുട്ടിയുടെ നമ്മുടെ മോളുടെ കൂട്ടത്തിലായിരുന്നു ഇയാൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ സഹപാഠികൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, ഈ അപകടം ഉണ്ടായ ശേഷം എന്താ അവിടെ ഉണ്ടായെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നു? കുട്ടികളൊന്നും അധികം ആരും ഒന്നും പറയുന്നില്ല. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അവിടെ വിസയ്ക്ക് എന്തൊക്കെയോ നിയമങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാലോ അല്ല ഒരു സമയം കഴിഞ്ഞാലോ പിള്ളേരെ റോഡിലോ സൈഡിലോ നിർത്താനോ റോഡിലോ സൈഡിലോ ഒന്നും നിൽക്കാൻ അവർ സമ്മതിക്കില്ല. പോലീസ് ഒരുപാട് ഞാനത് കണ്ടു. അത് അവിടുന്ന് പോലീസ് എല്ലാവരെയും ഒഴിഞ്ഞു പോകാൻ നിൽക്കുക. അതുപോലെ തന്നെ ലീവ് സ്റ്റാർട്ട് ആയതിനെ കൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരോടും കയറിപ്പോയിക്കോളാനാണ് പറയുന്നത് നാട്ടിലേക്ക്. പെട്ടെന്ന് ലാപ്ടോപ്പ് ഉപയോഗിച്ച് പെട്ടെന്നുള്ള പ്രകോപനത്തിന് അടിച്ചു രീതിയിലാണ് അവിടെ നിന്നുള്ള അത് ആരാണ് അതങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സംഭവം ലാപ്ടോപ്പ് വെച്ച് അടിച്ചു തന്നിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അത് ഈ ലാപ്ടോപ്പ് വ്യക്തതയൊന്നുമില്ല. ലാപ്ടോപ്പ് പൊട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇല്ല, കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ള അടുത്തുള്ള ആരോ കണ്ടിട്ടാണ് ഹെൽപ്പ് ചെയ്തത്. അതായത് ഈ കൊച്ചിനെ ഈ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് ഈ തൊട്ട് റൂമിന്റെ അപ്പുറത്തുള്ള ആരാണ് എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് ഒന്നും പറയാൻ അറിയില്ല. കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് അത് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഈ ചെക്കൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. അവൻ പോലീസ് കസ്റ്റഡിയിൽ സമ്മതിച്ചിട്ടുണ്ട്, അവന്റെ കൈ കൊണ്ട് പറ്റിയതാണ്. അവനവിടെ സമ്മതിച്ചു. ഇന്നലെ അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവനാണ് ചെയ്തതെന്ന് സമ്മതിച്ചത്. ഇല്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ ഞാൻ അവസരം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പോലീസുകാർ സമ്മതിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് കയറാനും നമ്മളെ സമ്മതിക്കുന്നില്ല. അമ്മയോടോ മറ്റോ ഇതിനു മുൻപ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നവർ അമ്മയോടോ മറ്റോ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കാറുള്ള വിവരം? അങ്ങനെയൊന്നും പറഞ്ഞ് അറിവില്ല എനിക്ക്. അങ്ങനെയൊന്നും പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിന് മുന്നേ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക്. നടപടികളിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടോ? ഏതെങ്കിലും രീതി അത്തരം നമ്മളിവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ എംബസിക്ക് നമ്മൾ റിക്വസ്റ്റും അയച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ട്രയൽ, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ട്രയൽ ചെയ്യണം എന്നുള്ള നമ്മൾ റിക്വസ്റ്റ് ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ എംബസിയും ഗവൺമെൻറ്റും ത്രൂ ആണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം മിനിസ്റ്റേഴ്സും ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടി എടുക്കും, അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുക്കും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഹരിപ്പാട്.